ഉദരത്തിൽ പേറിക്കൊണ്ടാണ് നാം എല്ലാം ജനിക്കുന്നത്. ഈ അഗ്നിക്ക് ചിറകുകൾ നൽകാനും അതിന്റെ നന്മയുടെ തിളക്കം കൊണ്ട് ഈ ഭുവനത്തെ നിറയ്ക്കാനുമായിരിക്കണം നമ്മുടെ പ്രയത്നങ്ങളെല്ലാം. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്വപ്നങ്ങൾ കാണാനും അതിന്റെ സാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കാനും അതുവഴി നമ്മുടെ ജീവിത വിജയവും സർവോപരി രാജ്യത്തിന്റെ ഉന്നതിയും സാധ്യമാകുമെന്ന് നിരന്തരം നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രനായകൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ആമുഖമായി ഉദ്ധരിച്ചത്. പോരാട്ടങ്ങളുടെ തീച്ചൂളകളിൽ എരിഞ്ഞടങ്ങിയ അനേകായിരങ്ങളുടെ ജീവന്റെ വിലയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. 2 നൂറ്റാണ്ടിലേറെ കാലം നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സത്യവും സ്നേഹവും അഹിംസയുമെന്ന സിദ്ധാന്തത്തിലൂടെ കോടാനക്കോടി ജനങ്ങളെ അണിനിരത്തി സന്ധിയില്ലാ സമരം നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പാവന സ്മരണകൾ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തട്ടെ. ഗാന്ധിജിയോട് ഒരിക്കൽ ഒരു ബാലിക ചോദിച്ചു, ബാപ്പുജി, അങ്ങ് എന്തുകൊണ്ടാണ് കുപ്പായം ധരിക്കാത്തത്? വാത്സല്യനിധിയായ ആ മഹാത്മാവ് അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്ക് കുപ്പായമില്ലാത്തതുകൊണ്ട് ഞാൻ കുപ്പായം ധരിക്കുന്നില്ല. അപ്പോൾ നിഷ്കളങ്കയായ ആ പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, ബാപ്പുജി, ഞാൻ അങ്ങേക്ക് ഒരു കുപ്പായം കടം തരട്ടെയോ? പുഞ്ചിരിച്ചുകൊണ്ട് മഹാത്മജി ഉത്തരം നൽകി, എനിക്ക് ഒരു കുപ്പായം മതിയാവില്ലല്ലോ മോളെ. എങ്കിൽ ഞാൻ അങ്ങേക്ക് 2 കുപ്പായങ്ങൾ കടം തരട്ടെയോ? ആ കുട്ടി വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു. എനിക്ക് 2 കുപ്പായങ്ങളും മതിയാവില്ലല്ലോ കുട്ടി. നിരാശയോടെ ആ ബാലിക വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ അങ്ങേക്ക് എത്ര കുപ്പായങ്ങളാണ് വേണ്ടത്? എനിക്ക് വേണ്ടത് 40 കോടി കുപ്പായങ്ങളാണ്. തന്റെ രാജ്യത്തെ 40 കോടി ജനതയിൽ മുഴുവൻ പേർക്കും വസ്ത്രം ലഭ്യമാകുമ്പോഴേ താൻ പൂർണ്ണമായും വസ്ത്രം ധരിക്കേണ്ടതുള്ളൂ എന്ന് കരുതി അർദ്ധനഗ്നനായ ഫക്കീർ എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പരിഹാസത്തിനു മുമ്പിൽ മന്ദസ്മിതവും തൂകി കർമ്മനിരതനായ ആ സമരനായകൻ ഇന്ത്യയുടെ ആത്മാവിൽ വിരൽ ചേർത്തുവെച്ച മഹാമനീഷിയായിരുന്നു. ഗാന്ധിജിയുടെ പ്രാർത്ഥനായോഗങ്ങളിൽ രാമനെയും റഹീമിനെയും വാഴ്ത്തുമായിരുന്നു. ഗാന്ധിജിയുടെ പ്രാർത്ഥനായോഗങ്ങളിൽ ഗീതയും ഖുർആനും പാരായണം ചെയ്യുമായിരുന്നു. ഈശ്വർ അല്ലാ തേരേ നാം എന്ന വചനങ്ങൾ ഉയർന്നു വന്ന ഗാന്ധിജിയുടെ പ്രാർത്ഥനായോഗങ്ങൾ ഇന്ത്യയുടെ ദിശാസൂചികയായിരുന്നു. താനൊരു ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും തന്റെ രാമരാജ്യത്തിന്റെ മാതൃക ഉമറുൽ ഫാറൂഖിന്റേതാണെന്ന് അദ്ദേഹം സദാ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ 59ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിക്കുന്നതിന് MSF ഇത്തരം ഒരു അസംബ്ലി ഒരുക്കുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കൈമോശം വന്നുപോയ നമ്മുടെ മൂല്യബോധങ്ങളെ വീണ്ടെടുത്ത് പുതിയ തലമുറക്ക് ഉണർവേകുക എന്നതാണ്. ബസ്സുകളിലും തീവണ്ടികളിലും ബോംബുകൾ പൊട്ടിച്ചതുകൊണ്ടോ സഹജീവിയുടെ നെഞ്ചിലേക്ക് തൃശൂലങ്ങൾ കുത്തിയിറക്കിയതുകൊണ്ടോ ആരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല. ഇവിടെ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സാന്ത്വനത്തിന്റെയും തൂവൽ സ്പർശമാകാൻ നമുക്ക് കഴിയണം. ഇന്ത്യയെ നിർമ്മിക്കുവാനും നമ്മുടെ ജീവവായുവായ സ്വന്തം സമൂഹത്തിന്റെ യശസ്സുയർത്തുവാനുമുള്ള കർമ്മപദങ്ങൾ തീർക്കേണ്ട ബാധ്യത നമുക്കാണ്. നമ്മുടെ സ്വപ്നങ്ങളാണ് നാളത്തെ ഇന്ത്യയും ഇവിടത്തെ സമൂഹങ്ങളും. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നറിയുക. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യഹൃദയത്തിൽ ദിവ്യമായ ഒരു അഗ്നിജ്വാല ഉണ്ട് എന്ന് ഡോക്ടർ കലാം വിവക്ഷിച്ചതും. മുഴുവൻ സമൂഹങ്ങൾക്കും മാതൃകയായുള്ള സവിശേഷ സമൂഹമാണ് നമ്മുടേതെന്ന് വേർതിരിച്ചറിയണം. ആരെങ്കിലും തരുന്ന ദാനത്തിനായി കൈനീട്ടി നിൽക്കേണ്ടവരല്ല നമ്മൾ, മറ്റുള്ളവർക്ക് ദാനം നൽകേണ്ടവരാണ്. പ്രതാപധന്യമായിരുന്ന ഗതകാല സ്മൃതികളിൽ നിന്നും നമ്മൾ ആവേശം ഉൾക്കൊള്ളണം. കച്ചവട സംസ്കാരത്തിൽ പൊഴിക്കപ്പെടേണ്ടതല്ല നമ്മുടെ യൗവനം. കരുത്തും തീക്ഷ്ണതയും ജാഗ്രതയുമുള്ള ഒരു നിർമ്മാണാത്മക സമൂഹത്തിന്റെ നട്ടെല്ലായി മാറണം നമ്മുടെ യുവത്വം. തീവ്രവാദവും വൈകാരികതയും നമുക്ക് നൽകുന്നത് മിലാൻ നഗരത്തിലെ കുഴലൂത്തുകാരന്റെ പിറകെ പോയ കുഞ്ഞുങ്ങളുടെ അനുഭവ പാഠങ്ങൾ മാത്രമാണ്. താജ്മഹലിന്റെ സൗന്ദര്യവും കുത്തബ് മിനാറിന്റെ ഔന്നത്യവും ചെങ്കോട്ടയുടെ കരുത്തുമുള്ളതായിരിക്കണം എന്റെ സമൂഹമെന്ന് സ്വപ്നം കണ്ട മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പിന്മുറക്കാരാണ് നാം. മഹാരഥന്മാർ നമ്മെ ഏൽപ്പിച്ചുപോയ കർമ്മസരണിയെ നാം പ്രകാശപൂരിതമാക്കണം. നമ്മെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുവാനും നമ്മിൽ നിന്ന് പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുവാനും രാജ്യവും സമൂഹവും നമ്മുടെ നേതൃത്വവും ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സേവന സന്നദ്ധതയും സമർപ്പണവും നമുക്ക് അന്യമായിക്കൂടാ. തനിക്കു വേണ്ടി കുഴിയൊരുക്കേണ്ട പടുവാർദ്ധക്യത്തിലും കായ്ഫലങ്ങൾ അനുഭവിക്കാൻ താൻ ഉണ്ടാവില്ലെന്ന് ബോധ്യമായിട്ടും കേരവൃക്ഷത്തെ നടുന്നതിന് മൺവെട്ടികൊണ്ട് വിയർപ്പൊഴുക്കുന്ന വയോവൃദ്ധർ നമുക്ക് കേവലം ഒരു വഴിയോര കാഴ്ചയായിക്കൂടാ.
വരും തലമുറക്ക് ശേഷിപ്പുകൾ ഒരുക്കി വെക്കുന്ന ആ വൃദ്ധന്റെ പ്രയത്നങ്ങൾ നമ്മുടെ സാമൂഹിക വീക്ഷണങ്ങളെ പ്രചോദിപ്പിക്കട്ടെ.